ഇപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത കൂടി ചേരുകയാണ്. ചേച്ചി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ കാണുകയായിരുന്നു വലിയ തോതിൽ സ്ത്രീകളൊക്കെ എത്തിയിട്ട് അവരെ സെൽഫി എടുക്കാൻ ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം ഈ അമ്മമാർ സഹോദരിമാരൊക്കെ ഈ വലിയ തോതിൽ ഫോണിൽ സ്വരാജിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും സ്വരാജിനെ ഒന്ന് കാണണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം. ഞാൻ പല സ്ഥലത്തും 2-3 ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. അവർ ഇങ്ങനെ വന്നിട്ട് ഓടി വഴിയിലൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സ്വരാജ് വണ്ടിയൊക്കെ നിർത്തും. ഭയങ്കരമായൊരു ആവേശം. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഇവിടുത്തെ സ്വീകരണ സമയം രാവിലെ 8:30 ഈ 8:30 തന്നെ ഇവിടെ സഹോദരിമാരെല്ലാവരും വന്നു നിരന്നു. അവർ പൂക്കളുമായി വന്നവരുണ്ട്, സ്വരാജിൻ്റെ ചിത്രവുമായി വന്നവരുണ്ട്. അപ്പോൾ സ്വരാജിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടാനുള്ള തയ്യാറെടുപ്പാണല്ലോ രാവിലെ പലപ്പോഴും സ്ത്രീകൾക്ക്. അതെല്ലാം കൃത്യമായി ചെയ്തിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ സ്വരാജിനെ സ്വീകരിക്കാൻ വന്നിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു നേരത്തെയൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കാത്ത ആളുകളും സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി വലിയൊരു ആവേശത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്ന അന്നു മുതൽ തന്നെ നമുക്ക് ഈ മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അത് കാണാൻ സാധിക്കും. ശരിക്കും ഞാൻ ഈ ചുങ്കത്തറ അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു മുക്കിനും മൂലയിലും എല്ലാം ചെല്ലുമ്പോൾ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹൃദയം കൊണ്ടൊരു ബന്ധം പല സ്ഥലങ്ങളിലും നമുക്ക്. അതെ, അതുകൊണ്ടിപ്പോൾ എല്ലാവരും ഇപ്പോൾ സ്വരാജ് കുട്ടിയായിരിക്കുമ്പോൾ ഇപ്പോൾ ഞാനൊരു കുടുംബയോഗത്തിന് ചെന്നപ്പോഴാണ് ഒരു മാഷ്, അദ്ദേഹം സ്വരാജിനെ സ്കൂളിൽ പഠിപ്പിച്ചാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് അവൻ എൻ്റെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവൻ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അവന് സംശയം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ് ഇവിടെ സ്ഥാനം. അത് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചത് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാം. എൻ്റെ ഏറ്റവും മികച്ച സ്റ്റുഡൻറ്റിനെ എനിക്കിവിടെ സ്ഥാനാർത്ഥിയായി കിട്ടിയതുകൊണ്ട് ഞാൻ അവനെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ മുന്നോട്ട് വരും. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം അത് പറയുന്നത്. മറ്റ് കോളേജിൽ പഠിച്ച കുട്ടികൾ, മർത്തമ്മ കോളേജിലെ പഴയ സ്റ്റുഡൻ്റാണ്. സ്വരാജിനെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എല്ലാം തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ സ്വരാജിൻ്റെ സഹപ്രവർത്തകർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അധ്യാപകരും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിട്ടുള്ള ആളുകളും എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനെല്ലാം ഉപരിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അത് പ്രത്യേകം കാണേണ്ടതാണ്. നല്ല റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പാലം, അപ്പോൾ ഈ മറ്റ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി ഗവൺമെൻറ് കൃത്യമായി ഈ മണ്ഡലത്തിന് നൽകുകയുണ്ടായി. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി വരാൻ പോകും. തീർച്ചയായും അതുതന്നെയാണ് കേരളത്തിലെ കഴിഞ്ഞ 9 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ. ഒപ്പം മതേതരമായി കേരളത്തെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം. ഈ 2 വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് സ്വരാജ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ എല്ലാം തന്നെ പറയുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിലമ്പൂരിന് വേണ്ടി ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള ഒരു അവസരമാക്കി ഇത് മാറ്റാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ വിശദീകരണമാണ് ഈ രീതിയിലൂടെ സ്വരാജ് ജനങ്ങൾക്കിടയിലേക്ക് പകർന്നു നൽകുന്നത്. എതിരാളികളെ കുറിച്ച് ഒരു അഭിപ്രായവും ഒരു ആരോപണവും അത്തരത്തിലുള്ള സാധാരണ തെരഞ്ഞെടുപ്പ് ഗോതകളിൽ കാണുന്ന അത്തരത്തിലുള്ള ഒരു കാര്യത്തിനും സ്വരാജ് ഇറങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരുപക്ഷെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികൾ കൊണ്ട് ജയിച്ചു പോകാമെന്നുള്ള UDFൻ്റെ പ്രതീക്ഷ അപ്പാടെ അപ്രസക്തമായി പോകുന്ന ഒരു കാഴ്ചയാണ്. നിങ്ങൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കൂ, നിങ്ങൾ ഈ നാടിൻ്റെ മതേതര സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കൂ, അവിടെ ആ വിഷയങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കൂ. അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരാളുടെ മോശവും കുറ്റവും പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഞങ്ങളില്ല എന്ന് സ്വരാജും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ അതിനോട് ഹൃദയം കൊണ്ട് ഐക്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്.